വെൽക്കം ടു സ്റ്റോറി മങ്ക്. സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായ ബിന്ദു കൃഷ്ണ, കൊല്ലത്ത് നിന്ന് ജയിച്ച് നിയമസഭയിൽ അംഗമായി മന്ത്രിസഭയിലും അംഗമായ ബിന്ദു കൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തി കണ്ടതിനെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഉയരുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പാണ് SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും BDJS NDAയുടെ ഘടകകക്ഷിയായ BDJS സംസ്ഥാന നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ, അദ്ദേഹം മുഖ്യമന്ത്രി VD സതീശനെ പറവൂരിൽ VD സതീശൻ്റെ വീട്ടിലെത്തി കാണുന്നത്. അതിൻ്റെ തൊട്ടു പുറകെ മാധ്യമവാർത്തകൾ വരുന്നു. അത് സതീശൻ കൺഫേം ചെയ്തതല്ല, തുഷാർ വെള്ളാപ്പള്ളിയും കൺഫേം ചെയ്തതല്ല. പക്ഷേ മാധ്യമവാർത്തകൾ വരുന്നു അധികം വൈകാതെ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ സന്ദർശിക്കും എന്നുള്ളത്. അതിനു മുമ്പാണ് സംസ്ഥാന മന്ത്രിസഭയിൽ മറ്റൊരംഗമായ KA തുളസി, കോങ്ങാട് നിന്ന് ജയിച്ച് മന്ത്രിസഭയിൽ അംഗമായ KA തുളസി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ പോയി കാണുന്നത്. നെന്മാറ NSS കോളേജിൽ അധ്യാപികയായിരിക്കെ, അതായത് NSSൻ്റെ കീഴിലുള്ള കോളേജിലാണ് അവർ അധ്യാപികയായിരുന്നത്. ആ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുക എന്നുള്ളത് തൻ്റെ കടമയാണ് എന്ന് KA തുളസി പറയുകയും ചെയ്തിരുന്നു. സമുദായ നേതാക്കളുമായി ഉള്ള ബന്ധം സംബന്ധിച്ച് ഭരണത്തിലേറുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കോൺഗ്രസും UDFും പിന്നാക്കം മാറുകയാണോ എന്ന ചോദ്യം വലിയ തോതിൽ ഉയരുന്നുണ്ട്. അതിലേറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി കണ്ടതിനെയാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗുരുതരമായ വിദ്വേഷ പ്രസംഗങ്ങൾ പലത് നടത്തുകയും അതിനെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. CPIMും മന്ത്രിസഭയിലെ പിണറായി സർക്കാരിലെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരും ഇതിനോട് മൗനം പാലിച്ചതിനെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ചയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നത്. പക്ഷേ ഈ കൗതുകകരമാണ്, കാരണം ഇത് പ്രതീക്ഷിച്ചതാണ്. സർക്കാർ അധികാരത്തിലെത്തിയതിൻ്റെ തൊട്ട് പിറകെ ഈ പറയുന്ന സമുദായ നേതാക്കളുടെ അടുത്തേക്കൊക്കെ മന്ത്രിസഭാംഗങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ ഒക്കെ പോയി കാണുക എന്ന് പറയുന്ന ഒരു ആചാരം മുറതെറ്റാതെ നടക്കും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ മന്ത്രിസഭയിലെ രണ്ടംഗങ്ങൾ, ഒരാൾ NSS ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് പോകുന്നു, മറ്റേയാൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലെത്തുന്നു. അതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ഒരു സൂചന ഉണ്ടായിരുന്നു. അതായത് ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലത്തീൻ കത്തോലിക്ക രൂപതയ്ക്ക് വലിയ പ്രതിഷേധമുണ്ടായി എന്നും അത് ഷിബു ബേബി ജോണിന് കൊടുക്കണം എന്നവർ ആവശ്യപ്പെട്ടുവെന്നും അവരെ അനുനയിപ്പിക്കാനായിട്ട് മന്ത്രിമാരായ K മുരളീധരനും CP ജോണും അതിരൂപതയിലെത്തി ബിഷപ്പുമാരുമായി സംസാരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതൊക്കെ വാർത്തകളാണ്, യഥാർത്ഥത്തിൽ സംഭവിച്ചാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ ഈ വാർത്തകളൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സഭാ നേതൃത്വങ്ങൾ, അതുപോലെ സമുദായ നേതാക്കൾ, ഇവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം മുൻകാലത്ത് പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി കോൺഗ്രസും UDFും ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ എന്താണോ സാധാരണ സാമ്പ്രദായികമായി സംഭവിക്കുന്നത് ആ രീതിയിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മൾ മുൻകാലത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ VD സതീശൻ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ ഘട്ടത്തിൽ അങ്ങനെ ചില സജസ്റ്റീവായ ചില പരാമർശങ്ങൾ നടത്തി എന്നേ ഉള്ളൂ. അതായത് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്നതല്ല നമ്മുടെ രീതി എന്ന മട്ടിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന മട്ടിൽ അദ്ദേഹം ചിലത് പറഞ്ഞു എന്ന്. അധികാരത്തിൽ വന്നതിന് തൊട്ട് പിറകെ സതീശൻ അത് വിശദീകരിച്ചത് വോട്ട് തേടി സമുദായ നേതാക്കളുടെ അടുത്ത് പോകുന്നതാണ് തിണ്ണനിരക്കം. വോട്ട് നേടി വിജയിച്ചു കഴിഞ്ഞ് അധികാരത്തിലിരിക്കുമ്പോൾ ഭരണാധികാരികൾ എന്ന നിലയിൽ അവരുടെ അടുത്ത് പോകുന്നത് കുഴപ്പമൊന്നുമില്ല. എന്നെ വഴക്ക് പറഞ്ഞവരെയും ഞാൻ പോയി കാണും എന്നാണ് അദ്ദേഹം അത് വിശദീകരിച്ചത്. വഴക്ക് പറഞ്ഞവരെ കാണാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തോന്നുന്നു. എനിക്കിതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. UDF എന്ന സംവിധാനം, ഐക്യ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം തന്നെ സമുദായ സംഘടനകളുടെയും സഭാ സംഘടനകളുടെയും സമ്മർദ്ദ ഗ്രൂപ്പുകളുടെയും ഒക്കെ ഒരു സഹകരണ സംഘമാണ് എല്ലാ കാലത്തും. അതിൽ യാതൊരു സംശയവും ഒരാൾക്കും ഒരിടത്തും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ MLA ആയി മത്സരിച്ച് വിജയിച്ച് മന്ത്രിസഭയിൽ അംഗങ്ങളായി കയറിയ ആളുകളെ വെച്ച് നോക്കിയാൽ തന്നെ അവരിൽ പലരും, മിക്കവാറും, എല്ലാവരും എന്ന അർത്ഥത്തിലല്ല, മിക്കവാറും ആളുകളുടെ സ്ഥാനാർത്ഥിത്വം, അതല്ലെങ്കിൽ ഒരുപാട് പേരുടെ സ്ഥാനാർത്ഥിത്വം, അവരുടെ മന്ത്രിസഭാ പ്രവേശനം തുടങ്ങിയതെല്ലാം അതിനെല്ലാം സമ്മർദ്ദ ഗ്രൂപ്പുകളായി സമുദായ സംഘടനകളോ അവരുടെ നേതാക്കളോ ഉണ്ടായിരുന്നു. അതിപ്പോൾ NSS SNDP എന്ന അർത്ഥത്തിൽ മാത്രമല്ല, വിവിധ സഭാ ഘടകങ്ങൾ, സഭകൾ, അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായ സംഘടനകൾ, ഇവരെല്ലാം
സർക്കാരിലേക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കണം, ഈ മേഖലയിൽ ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും, അല്ലെങ്കിൽ ആ തരത്തിൽ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ചും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, ഇപ്പോൾ പ്രത്യേകിച്ചും കോൺഗ്രസും UDFൻ്റെ ഘടകകക്ഷികളും ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് സഭക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകൾക്കോ സമസ്തക്കോ കാന്തപുരം വിഭാഗത്തിനോ സ്വീകാര്യമാണോ അല്ലേ എന്ന ഫീലേഴ്സിനെ വെച്ച് പരിശോധിച്ചതിന് ശേഷമാണ് പലരും സ്ഥാനാർത്ഥികളായത്. അത്തരത്തിൽ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സംവിധാനം പ്രവർത്തിക്കുന്നത്. അതിനെന്തെങ്കിലും മാറ്റമുണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് സതീശൻ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിലൊരു പുതുമയുണ്ട്. ഇത്തവണയെങ്കിലും അതിന് മാറ്റമുണ്ടാകും എന്നൊരു പ്രതീക്ഷ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം, നേരത്തെ ഒരു സാമുദായിക പ്രവർത്തനം നടത്തി സംഘടനാ പ്രവർത്തനം നടത്തിപ്പോകുന്ന സംഘടനകൾ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് SNDP യൂണിയൻ പൊതുവായി ഒരു സംഘപരിവാറിൻ്റെ ഒരു ഓഫ്ഷൂട്ട്, അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്ററായി മാറിക്കഴിഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. അത് തുഷാർ വെള്ളാപ്പള്ളി മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനും അങ്ങനെയായി തീർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള വിദ്വേഷം വിതച്ച് സമൂഹങ്ങൾക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് വിഭജനമുണ്ടാക്കാനുള്ള ശ്രമം SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്തതിന് ശേഷവും ഈ തരത്തിൽ അനുഗ്രഹം തേടി സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾ അവിടെ പോകുന്നു എന്നത് ഒരു തരത്തിലുള്ള മാറ്റവും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇവരുടെ മനസ്സിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രൊഫൈലുകൾ ഇതിനെ വിമർശിച്ച് രംഗത്ത് വരുന്നു എന്നതാണ്. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അത്തരത്തിലുള്ള വെറുപ്പ് പ്രസരിപ്പിക്കുന്നവരെ പേറരുത് എന്ന് തന്നെയാണ് അതിനു മുമ്പും പറഞ്ഞത്. അതേ കാര്യം UDFും ആവർത്തിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ പേറരുത് എന്നുള്ള സന്ദേശം തന്നെയാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനങ്ങളും നൽകിയത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇത്രയും മാസീവായിട്ടുള്ളൊരു വേർഡിക്റ്റ് UDFന് അനുകൂലമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹം മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയത്, മലപ്പുറം ജില്ലയിൽ വന്നാൽ പാകിസ്ഥാനിൽ പോയ പോലെയാണ് എന്ന പ്രതീതിയാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞത്, മലപ്പുറത്ത് ഇതര ജനവിഭാഗങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന യാതൊരു നിലയ്ക്കും അടിസ്ഥാനമില്ലാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ വലിയ തോതിൽ അന്ന് വിമർശിക്കപ്പെട്ടിരുന്നു. അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നൊന്നും അദ്ദേഹം പിന്നോക്കം പോയതായിട്ട് നമ്മുടെ അറിവിലില്ല. അദ്ദേഹം ഏക വിശദീകരണം മാത്രമാണ് അതിന് അക്കാലത്ത് നൽകിയത്. ഒന്ന്, ഞാൻ മുസ്ലിങ്ങൾക്കെതിരെയല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെതിരെയാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ അല്ല പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയാതിരിക്കെ അതിനെ വലിയ തോതിൽ വിമർശിക്കുകയും അതുപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ആയുധമായി തെരഞ്ഞെടുപ്പിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്ത ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിസഭാംഗങ്ങളായ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പോയി താണു വണങ്ങി നിൽക്കുന്നൊരു കാഴ്ച, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ദയനീയമായൊരു കാഴ്ചയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ UDFനെ സംബന്ധിച്ച് എനിക്ക് അതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നേരത്തെ ബഷീർ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ UDF എല്ലാ കാലത്തും ഇതുപോലെയുള്ള സമുദായ ശക്തികളുടെയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പരസ്പര സഹായ സഹകരണ പദ്ധതിയായിട്ട് വന്നൊരു മുന്നണിയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ 1982 അധികാരത്തിൽ വന്ന K. കരുണാകരൻ സർക്കാർ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ആ മുന്നണി നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ NDP ഉണ്ടായിരുന്നു, അതായത് NSSൻ്റെ പിന്തുണയോടെ രൂപീകരിക്കപ്പെട്ട NDP എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. SNDPയുടെ പിന്തുണയോടെ രൂപീകരിക്കപ്പെട്ട SRP എന്നുള്ള രാഷ്ട്രീയ മുന്നണി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വിധത്തിലുള്ള സമുദായ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു മുന്നണിയായിട്ടാണ് UDF അധികാരത്തിൽ വന്നത്. അതും ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. K. കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അത് ആവിഷ്കരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്യുന്നതിൽ മികവ് കാണിച്ചൊരു നേതാവ് വളരെ ഗംഭീരമായി തുന്നിയെടുത്ത ഒരു മുന്നണിയായിരുന്നു അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സമുദായ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന വിധത്തിൽ അവരധികാരത്തിൽ വന്നപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അധികാരത്തിലും ഒരു പ്രാതിനിധ്യം നൽകുന്ന വിധത്തിലൊക്കെയാണ് അത് ഡിസൈൻ ചെയ്തു വന്നത്. പക്ഷേ പിൽക്കാലത്ത് ഈ പറഞ്ഞ സംഘടനകളുടെ, പ്രത്യേകിച്ച് ഇപ്പോൾ SNDP യോഗത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ SNDP യോഗം വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 1999-2004 NDA സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് AB വാജ്പേയി പ്രധാനമന്ത്രിയും LK അദ്വാനി ഉപപ്രധാനമന്ത്രിയുമായിരിക്കെ അന്ന് ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനി വെള്ളാപ്പള്ളി നടേശൻ്റെ വസതിയിലെത്തിയ അദ്ദേഹത്തെ കാണുകയും
അന്നു മുതൽ SNDP യോഗത്തെ ഏതെങ്കിലും വിധത്തിൽ BJPയിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു സംവിധാനമായി മാറ്റാനുള്ള ഒരു ശ്രമം തുടങ്ങുകയും ചെയ്തിരുന്നു. അന്നത് വലിയ തോതിൽ വിജയിച്ചില്ല. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ കാർമ്മികത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിക്കൊണ്ട് BDJS എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടി വഴി ഈഴവ സമുദായത്തെ BJPയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. അത് ഒരു പരിധി വരെ വിജയം കണ്ടതായിട്ട് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു വർഷത്തിൽ അധികമായി, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു വർഷം മുമ്പേ അദ്ദേഹം വലിയ തോതിലുള്ള വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി വരുന്നത്. അതായത് ഈ വിദ്വേഷത്തിലൂടെ ഈ ജനവിഭാഗങ്ങളെ ഏത് പാളയത്തിലേക്കാണോ എത്തിക്കേണ്ടത് ആ പാളയത്തിലേക്ക് എത്തിക്കാനുള്ളൊരു പണിയാണ് അദ്ദേഹം വളരെ ആസൂത്രിതമായി എടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ വിമർശിക്കാതെ അതിനോട് മൗനം പാലിച്ചുകൊണ്ട് അതിനെ അംഗീകരിക്കുന്ന വിധത്തിലൊരു നിലപാടെടുത്തു എന്നുള്ളതുകൊണ്ടാണ് CPMന് ഇത്തവണ വലിയ തോതിലുള്ള തിരിച്ചടി ഒരുപക്ഷെ മലബാർ മേഖലയിൽ ഉണ്ടായത് എന്ന്. മലബാർ മേഖലയിൽ മാത്രമല്ല, പൊതുവായി കേരളം അതിനെ റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ രാഷ്ട്രീയ സന്ദേശം CPI മനസ്സിലാക്കിയോ എന്ന് നമുക്കറിയില്ല. അവരെ എങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ പോകുന്നത്? ഈ വിജയത്തിൻ്റെ രാഷ്ട്രീയ സന്ദേശം എന്താണെന്ന് UDFന് മനസ്സിലായിട്ടില്ല എന്നാണ് ഈ പുതിയ സംഗതികൾ തെളിയിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP നിലം തൊടാതെ പോയതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഹിന്ദു ജനവിഭാഗത്തിലെ ഏറ്റവും പ്രബല സമുദായമായ ഈഴവ സമൂഹം എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ ആണ് കൂടുതലായി പിന്തുണച്ചുകൊണ്ടിരുന്നത് എന്ന്. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താതെ യഥാർത്ഥത്തിൽ BJPക്ക് ഇവിടെ കടന്നു വരാൻ കഴിയില്ലായിരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ജനസംഖ്യയും ക്രൈസ്തവ ജനസംഖ്യയും ഏതാണ്ട് 45% വരും കേരളത്തിൽ എന്നത്. ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളിലേക്ക്, അതിൽ മുസ്ലിം ജനവിഭാഗത്തിലേക്ക് BJPക്ക് കടന്നു വരിക ഒട്ടും എളുപ്പമല്ല. ക്രൈസ്തവ വിഭാഗത്തിലേക്ക് എങ്കിലും കടന്നു വരാനുള്ള ശ്രമങ്ങളിലൂടെ അതോടൊപ്പം ഈഴവ വോട്ടിൻ്റെ ഒരു പോർഷനും കൂടി വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൽ ഒരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് BJP വിചാരിച്ചത്. ഈ രണ്ട് ശ്രമങ്ങളും യഥാർത്ഥത്തിൽ വിജയിച്ചില്ല. 2016 കുറച്ചധികമായി ഒരു ഈഴവ വോട്ട് BJPക്ക് അനുകൂലമായി മാറിയത്. അന്ന് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മീൻസ് വോട്ട് ഷെയറിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പൊതു കേരളം ഇതിനെയെല്ലാം റിജക്റ്റ് ചെയ്തിരിക്കുന്നു. വളരെ ഒരു വലിയ മാർജിനിൽ അതിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. BJPക്ക് 3 സീറ്റ് കിട്ടി എന്നത് ശരിയാണ്. അവിടെ വലിയ തോതിലുള്ള വോട്ടിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് ശരി. പക്ഷേ 102 സീറ്റോടുകൂടി UDFനെ അധികാരത്തിലെത്തിച്ച ജനം ഇതിനെ നിരാകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഈ സമുദായ സംഘടനകളുടെ ചായ്പിൽ പോയി നിൽക്കുക എന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ യഥാർത്ഥത്തിൽ കേരളം നിരാകരിക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറുപക്ഷത്തുനിന്ന് CPIMൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം എല്ലാ ചേരുവകളും കൂടി ചേർത്ത് വെച്ചതാണ് ഈ വിജയം എന്ന ആക്ഷേപം അവിടെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇപ്പുറത്തുള്ളത് എന്ന ആക്ഷേപം CPIMൻ്റെ ഭാഗത്തു നിന്നുള്ളപ്പോൾ തന്നെ CPIMൽ നിന്ന് പ്രതീക്ഷിച്ച മതനിരപേക്ഷമായ മൂല്യങ്ങൾക്ക് എവിടെയോ ചോർച്ച സംഭവിക്കുന്നു എന്ന ജനങ്ങളുടെ സംശയത്തിൽ നിന്നാണ് ഈ ജനവിധി ഉണ്ടായത് എന്നാണ്. ഈ സന്ദേശം മനസ്സിലാക്കാൻ UDFന് പറ്റുന്നില്ല. UDFന് പറ്റും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് എന്നെനിക്ക് തോന്നുന്നു. അതായത് മാധ്യമങ്ങളും പൊതുജനങ്ങളുമൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. അതിനൊരു കാരണം VD സതീശൻ്റെ ചില നിലപാടുകളായിരിക്കാം. പക്ഷേ മന്ത്രിസഭാ രൂപവൽക്കരണത്തിന് ശേഷമുള്ള സൈൻസ്, അതിൻ്റെ സിഗ്നൽസ് യഥാർത്ഥത്തിൽ UDF അതിൻ്റെ പരമ്പരാഗതമായ രാഷ്ട്രീയ DNA-യിൽ നിന്ന് 1957 മുതൽ ഇങ്ങോട്ട് നമുക്ക് ട്രേസ് ചെയ്യാവുന്ന രാഷ്ട്രീയ DNA-യിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല എന്നാണ്. അതുപോലെ എനിക്ക് കൗതുകരമായി തോന്നിയത് വലിയ വിമർശനം ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി ഗണേശനെ കാണാൻ പോയതിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം വരുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വരെ അതിനെ വിമർശിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ നിലപാടല്ല, താങ്കൾ മന്ത്രിയും MLAയുമായി പ്രവർത്തിക്കുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ള മട്ടിലൊക്കെയുള്ള വലിയ വിമർശനം വരുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് മറ്റൊരു മന്ത്രിസഭാംഗമായ KA തുളസി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ പോയതിൽ വലിയ വിമർശനമൊന്നും ഉയരുന്നതായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനോളം വർഗീയ വിദ്വേഷം വളർത്തുന്ന പരാമർശങ്ങളൊന്നും ഈ സമീപകാലത്ത് NSS ജനറൽ സെക്രട്ടറി നടത്തി. മാത്രമല്ല സംഘപരിവാറിലേക്കും BJPയിലേക്കും നേരിട്ട് പാലമാകാൻ NSS തയ്യാറായിരുന്നില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിൻ്റെ തൊട്ടു പിറകെ NSS ജനറൽ സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ വാക്കുകൾ മഹാകഷ്ടമായി പോയി
ജനാധിപത്യ വിരുദ്ധമായ തീരുമാനമാണിത്, ഈ തീരുമാനത്തിന് പിറകിൽ മറ്റ് ചില കക്ഷികളാണ് എന്നൊക്കെയുള്ള മറ്റുള്ള പരാമർശങ്ങൾ അദ്ദേഹം അതിലൊരു വ്യത്യാസമുള്ളത് 3 മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള 3 CM മെറ്റീരിയൽസ് ആയ 3 നായന്മാരിൽ ഞങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യനായ നായർ വന്നില്ല എന്നതായിരുന്നു ആ പരിഭവം. അത് സതീശൻ എന്ന അർത്ഥത്തിലല്ല, യഥാർത്ഥത്തിൽ അവരുദ്ദേശിച്ചത് മറ്റൊരു നായരെയായിരുന്നു എന്നതുകൊണ്ടാണ് ഈ കഷ്ടം എന്ന വാക്ക് അന്ന് ഉപയോഗിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മാത്രമല്ല, അദ്ദേഹം ഈ തീരുമാനം UDF എടുക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കുമ്പോൾ അത് മറ്റ് ചില കക്ഷികൾക്ക് വഴങ്ങിയിട്ടാണ് എടുക്കുന്നത് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. ലീഗിന്റെ സമ്മർദ്ദത്തിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ പറഞ്ഞു വെച്ച ഒരാളെ മന്ത്രിസഭയിലുള്ള അംഗം VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കും, മന്ത്രിസഭയിലുള്ള അംഗം അങ്ങോട്ട് പോയി കാണുകയാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ പറയുന്നത് അത് കണ്ടതിലുള്ള അഭംഗിയോ അതിലൊരു വ്യത്യാസമുള്ളത് മന്ത്രി തുളസിയുടെ കാര്യത്തിൽ അവർ നേരത്തെ NSSന്റെ കോളേജിൽ അധ്യാപിക ആയിരുന്നു, പിന്നെ ഒരു ഫോർമർ എംപ്ലോയർ എന്ന മട്ടിൽ കണ്ടു എന്ന രീതിയിലാണ് അവരന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. ഇപ്പുറത്ത് അത് മാത്രമല്ല സംഭവിച്ചത്. ഇപ്പുറത്ത് പോയി കാണുകയോ ഒരു മന്ത്രി ഇപ്പോൾ ആരെയും കാണാം, ഒരു സമുദായ നേതാവിനെയും കാണാം, ഒരു ലെവൽ ഹെഡഡായി ഇരുന്നു കൊണ്ട് അത് സംസാരിക്കുകയും കാര്യങ്ങൾ പരാതി കേൾക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ ആണെങ്കിൽ അത് ഓക്കെ. ഇതതുമല്ല. വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം ഉച്ചി താഴ്ത്തി വെച്ച് നിന്നുകൊടുക്കുകയാണ്. അതാണ് സ്വാഭാവികമായ ആ വിഷ്വലാണ് അതിനെ കൂടുതൽ പ്രശ്നം ആക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതങ്ങനെ ആയിരിക്കെ തന്നെ. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന വലിയ വിമർശനങ്ങൾ CPMൻ്റെ നേരെ ഉണ്ടായിരുന്നത്, LDFന് നേരെ ഉണ്ടായിരുന്നത്, മന്ത്രിസഭ എന്നുള്ള നിലയ്ക്ക് ഭരണമുന്നണിക്ക് നേതൃത്വം നൽകുന്ന മുന്നണി എന്നുള്ള നിലയ്ക്ക്, ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്കൊക്കെ ഇത്രയും ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യപ്പെട്ടിരുന്നു. വലിയ തോതിൽ ആ ക്വസ്റ്റ്യൻ റേസ് ചെയ്യപ്പെട്ടിരുന്നു. അതേ ക്വസ്റ്റ്യൻ സ്വാഭാവികമായും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് റേസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പൊതു ബോധം ജനിപ്പിക്കുന്ന അഭിപ്രായ രൂപീകരണം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് മറ്റാളുകൾ പക്ഷേ അതിനെ അങ്ങനെ കാണുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അവരത്രയും എന്താ പറയുക വിസിബിളായിട്ടുള്ള ഒരു വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ബിന്ദു കൃഷ്ണ അവിടെ പോയതിൽ വലിയ തെറ്റുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ കൊല്ലത്തു നിന്നുള്ള ജനപ്രതിനിധിയാണ്. കൊല്ലത്ത് SNDPക്കുള്ള സ്വാധീനം നമുക്കറിയാം. ആ സംഘടനയുടെ ആസ്ഥാനം, അതുപോലെ ആ സംഘടനാംഗങ്ങളുടെ ഒരു ബലം, ഇതൊക്കെ കൊല്ലത്ത് വളരെ എവിഡൻ്റായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ആ നിലയ്ക്ക് അവർ MLA എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്, പിന്നീട് മന്ത്രിസഭയിലേക്ക് എത്തിയത്, ഇതിലൊക്കെ ഒരു ഈഴവ ഫാക്ടറിൻ്റെ ഒരു പരിഗണന അവിടെയുണ്ട്. ആ നിലയ്ക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി പോയി കണ്ടതിൽ വലിയ തെറ്റുണ്ട് എന്ന് കരുതുന്നുള്ള ഒരാളല്ല ഞാൻ. അത് മാത്രമല്ല, അവരിതുവരെ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അവരതിനെ അംഗീകരിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. മുമ്പ് നടത്തിയ പ്രസ്താവനകളെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു പ്രശ്നം ഞാനതിൽ കാണുന്നില്ല. പക്ഷേ ഇത്രയും വലിയ ഗുരുതരമായ പ്രസ്താവനകൾ നടത്തുകയും UDFനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന ഉണ്ടായിരുന്ന VD സതീശനെ നേരിട്ട് വിമർശിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെ പോയി കാണുമ്പോൾ ഇതിലുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു പ്രശ്നം സ്വയമെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളത് ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രംഗത്തുണ്ടായിരുന്ന ഒരാൾക്ക് തോന്നേണ്ട ഒരു കാര്യമല്ലേ? അതുപോലും തോന്നാതിരിക്കെ ഇത് വ്യക്തിഗതമായി ഓരോരോ നേതാവിൻ്റെയും അവർ വളർന്നു വരുന്ന അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവുമല്ലോ, അതിൽ ഈ സമുദായ സംഘടനകൾക്കുള്ള സ്വാധീനമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്നാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒന്നാകെ തന്നെ ഇതിനെ തള്ളിപ്പറഞ്ഞാലും, മുഖ്യമന്ത്രി സതീശൻ തള്ളിപ്പറഞ്ഞാലും, ചിലപ്പോൾ ചില മന്ത്രിമാർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് ഈ സമുദായ സംഘടനകളാണ് ഇവരെ പോറ്റി വളർത്തി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേണേജിലാണ് ഇവർ വളർന്നു വരുന്നത്. അതല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നു, ഇവരുടെ കൂടി പിന്തുണയിലാണ് ഞങ്ങൾ അതിജീവിക്കുന്നത് എന്നിവർ ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ജനകീയമായ മെസ്സേജ് പാർട്ടികളോ മുന്നണികളോ വേണ്ട വിധം മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഈ സമുദായ സംഘടനാ നേതാക്കളുടെ തിണ്ണ നിരങ്ങാതെ തന്നെ നാട് ഭരിക്കാൻ അവർക്ക് പറ്റേണ്ടതാണ്. അതിനുള്ള ജനവിധി യഥാർത്ഥത്തിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തുടർന്നുള്ള കാര്യങ്ങൾ കൂടി, അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി, അടുത്ത സീറ്റ് കൂടി, അതല്ലെങ്കിൽ അത്തരം പരിഗണനകളുടെ പുറത്തായിരിക്കും ഒരു പക്ഷേ ഇവരെ പോയി കാണുന്നതും വണങ്ങുന്നതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി VD സതീശനെ പോയി കാണുന്നു, മുഖ്യമന്ത്രിയെ പോയി കാണുന്നു,
മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂടിക്കാഴ്ച വൈകാതെ നടക്കും എന്നുള്ള മറ്റുള്ള വാർത്തകൾ വരുന്നു. എന്നെ വിമർശിച്ചവരെയും എന്നെ വഴക്ക് പറഞ്ഞവരെയും ഞാൻ കാണും എന്ന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം പോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് കാണേണ്ടി വരും. NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് കാണേണ്ടി വരും. മറ്റ് സഭാ നേതാക്കളെ ഒക്കെ അദ്ദേഹത്തിന് കാണേണ്ടി വരും. മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലും UDFൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ വിധത്തിൽ ഇതാ സമുദായ നേതാക്കളുടെ തിണ്ണയിറങ്ങാൻ പോകുന്നു എന്ന മട്ടിൽ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെത്രത്തോളം ശരിയുണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടി ഇല്ല ഇതിനകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ വിവിധ സമുദായ നേതാക്കളുടെ, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്, ഏത് വകുപ്പിൻ്റെ മന്ത്രിയായാലും അവർക്ക് കേരളത്തിലെ വിവിധ സമുദായ വിഭാഗങ്ങളുടെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അവരുന്നയിക്കുന്ന ചില പ്രശ്നങ്ങളോട് സർക്കാരിന് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഈ സമുദായ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വിദ്വേഷം വളർത്താൻ പാകത്തിനുള്ള പ്രസ്താവനകൾ, അതിന് പാകത്തിനുള്ള പ്രവർത്തനങ്ങൾ, ഇതുമായി ഞങ്ങൾ യോജിക്കില്ല എന്ന് പറഞ്ഞ് ഇത് കാണുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിന് എന്താണ് തടസ്സം എന്നാണ് തിരിച്ചുള്ള ചോദ്യം. എന്തിനാണ് ഈ സമുദായ സംഘടനാ നേതാക്കളെ നിരന്തരം അങ്ങോട്ട് പോയി കാണുക എന്ന കീഴ്വഴക്കം ആവർത്തിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ഇക്കഴിഞ്ഞ പിണറായി വിജയൻ്റെ 2ാം സർക്കാരിനെ മാറ്റിവെച്ചാൽ അത് VN വാസവൻ അങ്ങോട്ട് പോവുകയും അങ്ങനെ പലതരത്തിലുള്ള റീച്ച് ഔട്ടുകൾ സഭയിലേക്കും സമുദായ സംഘടനകളിലേക്കും നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ കൊടിയ വിഷം വമിക്കുന്ന ഇതിൻ്റെ തൊട്ടുപിറകെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്, കൂടെ കാറിൽ കയറ്റിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ തവണ സംഭവിച്ചു. അതിനു മുമ്പുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ കാര്യമെടുത്താൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇടതുപക്ഷ സർക്കാരുകൾ പൊതുവായി തന്നെ ഇവരെ മാറ്റി നിർത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് എന്ന ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അങ്ങനെ കേരളത്തിൽ അപ്പോൾ നേരത്തെ രാജീവ് പറഞ്ഞല്ലോ, എല്ലാവരും കൂടി ചേർന്ന് UDF സർക്കാർ ഉണ്ടാക്കി. ആരുമില്ലാതെ LDF സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് 1987. ഒരു തരത്തിലുള്ള സമുദായ സംഘടനകളുമായി ഒരു തരത്തിലുള്ള ചർച്ചയുമില്ലാതെ യഥാർത്ഥത്തിൽ LDF തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും 87 സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം പല ഘട്ടങ്ങളിലായി പല മെസ്സേജ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശമായ രൂപം പുറത്തെടുത്തതിന് പിറകെ വെള്ളാപ്പള്ളിയെ റിജക്റ്റ് ചെയ്യാനുള്ള ജനവിധിയാണ് യഥാർത്ഥത്തിൽ ജനം നൽകിയിരിക്കുന്നത്. അത് തിരിച്ച് മുഖ്യമന്ത്രി പോയി ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഒരു പ്രശ്നം മുഖ്യമന്ത്രിയോടോ മറ്റോ പറയാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് കാണട്ടെ എന്ന നിലപാടെടുക്കാൻ കഴിയണം, വേണ്ടേ? ആ മെസ്സേജ് കൊടുക്കാൻ കഴിയണം. സമുദായ സംഘടനകളുടെ കല്ല ആ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം രാഷ്ട്രീയ പാർട്ടികൾക്കാണ് എന്ന് പറയാൻ ഇവർക്ക് പറ്റണം. സമുദായ സംഘടന, അതിപ്പോൾ ഏത് സമുദായ സംഘടനകളുടെ കാര്യത്തിലും അതങ്ങനെ തന്നെ വേണം. സഭകൾക്കോ സമുദായ സംഘടനകൾക്കോ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്കോ അല്ല ആ ജനവിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം. ആ ജനവിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ഞങ്ങൾ നേരിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ, ആ ധൈര്യം കാണിക്കാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ജനവിധി അവർക്ക് അനുകൂലമാണ്. ജനം അവരെ അതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ നിന്ന് വിട്ട് ഇൻഡിവിജ്വലായ രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയിൽ ഇവർക്കെല്ലാം പല പല സമുദായ സംഘടനകളോടും അതിൻ്റെ നേതാക്കളോടും അതിൻ്റെ മേധാവിമാരോടും ഏതെങ്കിലും തരത്തിലുള്ള കൂറുണ്ട് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. എന്തായാലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ സന്ദേശം എന്താണ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് അധികാരത്തിൽ നിന്ന് പുറത്തുപോയി 35 സീറ്റുമായി പ്രതിപക്ഷത്തേക്ക് ഇരിക്കാൻ വിധിക്കപ്പെട്ട CPM നേതൃത്വം നൽകുന്ന LDFൻ്റെ കാര്യത്തിലാണെങ്കിലും 102 സീറ്റുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് കടന്നു വന്ന UDFൻ്റെ കാര്യത്തിലാണെങ്കിലും ജനം നൽകിയ സന്ദേശം എന്താണ്? ജനം ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് പൊളിറ്റിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് എന്നത് ഈ മുന്നണികളും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടികളും ആ പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളും മനസ്സിലാക്കുന്നുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ
വീട്ടിലെത്തിക്കണ്ട് താണു വണങ്ങി നിൽക്കുമ്പോൾ കേരളീയ സമൂഹത്തിന് മുന്നിൽ ഉയരുന്നത്. വരും ദിവസങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ സമുദായ നേതാക്കളുടെ വീടുകളിലേക്ക് സന്ദർശനം നടത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. UDFൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തന രീതികൾ വെച്ചാണെങ്കിൽ ആ പാരമ്പര്യം തുടരാനാണോ അവർ തീരുമാനിക്കുന്നത് എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.